മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അലീന വൈജയന്തിയുടെ മകളാണെന്ന സത്യം ഗ്രേസ് അമ്മ മാമച്ചായനെ അറിയിക്കുന്നുണ്ട്. വൈജയന്തിയുടെ ക്രൂരതകളറിഞ്ഞ മാമച്ചൻ അലീന നോക്കിയ അവർക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റത്തില്ലേ, ഉള്ള സത്യം അവരുടെ മുഖത്ത് നോക്കി അങ്ങ് വിളിച്ചു പറയണമെന്ന് മാമച്ചായൻ പറയുന്നുണ്ട്. ഒരിക്കലും അവൾ അതാരോടും പറയില്ലെന്ന് ബ്രിജിത മമ്മിക്ക് അവൾ വാക്കു കൊടുത്തിട്ടുണ്ടെന്ന് ഗ്രേസമ്മ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് പറയാതെ എങ്ങനെയാ ശരിയാവുന്നതെന്ന് മാമച്ചനും ചോദിക്കുന്നുണ്ട്. ഒരു വാശിക്ക് നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. ആ ബാലചന്ദ്ര മേനോൻ ഒരു നല്ല മനുഷ്യനാ. അയാൾ ഇതറിഞ്ഞ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ആ മനുഷ്യൻ തകർന്നു പോവും, ആ കുടുംബവും അതോടെ തകരും എന്നൊക്കെ ഗ്രേസമ്മ പറയുമ്പോൾ, എന്നാലും ഇത് വലിയ പീഡനമല്ലേ ഗ്രേസമ്മേ? ആ പെങ്കൊച്ചിതെങ്ങനെ സഹിക്കും? ഇത്ര നാളും അതെങ്ങനെ അവിടെ പിടിച്ചു നിന്നു എന്ന് മാമച്ചനും ചോദിക്കുന്നുണ്ട്. അതോർക്കുമ്പോഴാ സങ്കടം. സമ്മതിക്കണം, അവളെ സ്വന്തം ആങ്ങളെയും കസിനും കൂടി ചേർന്ന അവളെ മാനം കെടുത്താൻ നോക്കിയത്. അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൾ തന്നെത്താൻ കത്രികയ്ക്ക് കുത്തിയിട്ടാ അന്ന് ആശുപത്രിയിലായത്. ഞാനത് മാമച്ചനോട് ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പോഴും എനിക്കും അറിയത്തില്ലായിരുന്നു അലീന ആ തള്ളയുടെ മോളാണെന്ന് എന്ന് ഗ്രേസമ്മ പറയുമ്പോൾ അമ്പരപ്പോടെ, മൈ ഗോഡ്, ആ സംഭവം അങ്ങനെയാണോ നടന്നത്? ഇതാര് പറഞ്ഞു നിന്നോടെന്ന് മാമച്ചൻ ചോദിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയില്ലേ അലീനയെ കാണാൻ? അപ്പോൾ രവതിക്കുട്ടിയോട് അലീന പറഞ്ഞതാ എന്ന് ഗ്രേസമ്മ പറയുമ്പോൾ, എന്നിട്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ലെന്ന് മാമച്ചൻ ചോദിക്കുന്നുണ്ട്. സ്വന്തം കുടുംബമല്ലേ, സ്വന്തം ആങ്ങളയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാ അവൾ ആരോടും ഒരു സത്യവും തുറന്നു പറയാത്തത് എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും, അവളോട് പറ ഇനി അവിടെ നിൽക്കണ്ടാന്ന്. റോഡ് പണിക്ക് പോയാലും ഇതിനേക്കാൾ അന്തസ്സില്ലേ എന്ന് മാമച്ചൻ ചോദിക്കുന്നുണ്ട്. എനിക്കിതെല്ലാം കേട്ട് തല മരവിക്കുന്നത് പോലെ തോന്നുക എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും, എടി, നമ്മുടെ കൂട്ടത്തിലെ ഏതെങ്കിലും ചെറുക്കന്മാര് കല്യാണം കഴിക്കാതെ നിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അലീനയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കായിരുന്നു എന്ന് മാമച്ചായൻ പറയുന്നുണ്ട്. അതും പറഞ്ഞുകൊണ്ട് മാമച്ചൻ കുരിശു വരച്ച് കട്ടിലിൽ കയറി കിടക്കുമ്പോഴേക്കും ഗ്രേസമ്മ മാമച്ചൻ പറഞ്ഞതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് കാണിക്കുന്നത് വൈജയന്തിയുടെ വീടാണ്. അലീന തുണികളെല്ലാം എടുത്ത് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴേക്കും രോഹിത്തും മുകളിലേക്ക് കയറി വരുന്നുണ്ട്. അലീന രോഹിത്തിനെ ഒന്ന് നോക്കിക്കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങാനായി തുടങ്ങുമ്പോഴേക്കും അവൻ അവളെ അവിടെ പിടിച്ചു നിർത്തി, നീ അമ്മയോടെല്ലാം പറഞ്ഞു കൊടുത്തല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് തെറ്റായി പോയോന്ന് അലീന ചോദിക്കുമ്പോഴേക്കും, നീ പറയത്തില്ലെന്നാ ഞാൻ വിചാരിച്ചതെന്ന് രോഹിത്തും. നീ നന്നാവുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല, അതുകൊണ്ടാ പറഞ്ഞതെന്ന് അലീന പറയുമ്പോഴേക്കും, എന്നെ നന്നാക്കുന്ന ജോലിക്കല്ല നിന്നെ ഇവിടെ ശമ്പളം തന്ന് നിർത്തിയേക്കുന്നതെന്ന് രോഹിത്തും. നീ നന്നാവോ നന്നാവാതിരിക്കോ അതൊക്കെ നിന്റെ ഇഷ്ടം, ഇനി ഞാൻ ഒന്നിലും ഇടപെടില്ലെന്ന് അലീന പറയുമ്പോഴേക്കും, പക്ഷേ നീ അമ്മയോട് പറഞ്ഞു കൊടുത്തത് ഞാൻ ക്ഷമിക്കില്ലടി, അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടുമെന്ന് അലീനയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് രോഹിത് പറയുന്നുണ്ട്. ഇപ്പോഴും പോലീസ് വന്ന് നിന്നെ തൂക്കിയെടുത്തോണ്ട് പോവാൻ എനിക്കൊരു ഫോൺ കോൾ മാത്രം മതി. ഞാനത് ചെയ്യാതിരുന്നതും ചെയ്യാതിരിക്കുന്നതും നിന്റെ ഭാവി നശിച്ചു പോവാതിരിക്കാൻ വേണ്ടി മാത്രമാ. അത് നിനക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലെങ്കിൽ അതിന്റെ ബാക്കി നീ അനുഭവിച്ചോ എന്ന് അലീന പറയുമ്പോഴേക്കും, നീ ആരാണെന്ന് വിചാരിച്ച ഈ വാചക കസർത്ത് നടത്തുന്നത് എന്ന് രോഹിത് ദേഷ്യത്തോടെ അലീനയോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ആരാണെന്ന് എനിക്ക് ശരിക്കും അറിയാം, നിനക്കാ അതറിയാത്തത്. അറിയാതിരിക്കുന്നതാ നിനക്ക് നല്ലതെന്ന് അലീന പറയുമ്പോഴേക്കും, എൻ്റെ അമ്മ എൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി ഞാൻ നിന്നെ കരയിപ്പിക്കുമെന്ന് രോഹിത്തും വെല്ലുവിളിക്കുന്നുണ്ട്. നിന്റെ അമ്മ കരഞ്ഞതിൽ കൂടുതൽ നിന്നെയോർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്, പക്ഷേ നിനക്കതൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല, അത് നിന്റെ ഗതികേട് എന്ന് അലീന പറയുമ്പോൾ, നീ എൻ്റെ ആരാ എന്നെ ഓർത്ത് കരയാനെന്ന് ദേഷ്യത്തോടെ രോഹിത്തും ചോദിക്കുന്നുണ്ട്. അതാ പറഞ്ഞത്, അറിയാത്തത് നിന്റെ ഗതികേടാണെന്ന്. നിനക്ക് എന്തെങ്കിലും ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നെങ്കിൽ, വെറുമൊരു സോറി പറയാൻ നിനക്ക് സാധിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും മാഡത്തിനോട് പറയില്ലായിരുന്നു എന്ന് അലീന പറയുന്നുണ്ട്. നിന്നോട് സോറി പറഞ്ഞിട്ട് എനിക്ക് ജീവിക്കണ്ട എന്ന് രോഹിത് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും, എനിക്കിനി നിന്നോട് ഒന്നും പറയാനില്ല. ഞാൻ നാളെയോ മറ്റന്നാളോ പോവേണ്ടവളാ, നീ നന്നായ നിനക്ക് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് അലീന സ്റ്റെയർ കേസ് ഇറങ്ങി പോരുന്നുണ്ട്. അവളുടെ പോക്ക് നോക്കി ഒരു നിമിഷം ദേഷ്യത്തോടെ നിന്നുകൊണ്ട് രോഹിത്തും മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് ഷെറിൻ്റെ വീട്ടിലേക്ക് പോവാൻ റെഡിയായിക്കൊണ്ടിരിക്കുന്ന രേവതിക്കുട്ടിയാണ് കാണിക്കുന്നത്. അവളുടെ റൂമിൻ്റെ ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ട് അവൾ ചെന്ന് തുറന്നു നോക്കുമ്പോഴേക്കും അത് മാമച്ചനായിരുന്നു. പോവാൻ റെഡിയായി വന്ന മാമച്ചനെ കണ്ട്, ആഹാ അങ്കിള് റെഡിയായോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോഴേക്കും, എപ്പോഴേ റെഡിയായി, പോണ്ടേ എന്ന് മാമച്ചായൻ അവളോട് ചോദിക്കുന്നുണ്ട്. ആൻറ്റി എന്തി എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോഴേക്കും, അവൾ താഴെ വെയിറ്റ് ചെയ്യുവാ, വേഗം വാ എന്ന് പറഞ്ഞ് മാമച്ചൻ പോവാനായി തുടങ്ങുമ്പോഴേക്കും രേവതിക്കുട്ടി മാമച്ചനെ പിടിച്ചു നിർത്തി, നമ്മളുണ്ടല്ലോ, ഏത് വഴിക്കാ പുനലൂർക്ക് പോകുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. നാഷണൽ ഹൈവേ വഴി എന്ന് മാമച്ചൻ പറയുമ്പോഴേക്കും, അതെനിക്കറിയാം, റോഡ് ഏതാണെന്നാ ചോദിച്ചേ? ഒരു നാഷണൽ ഹൈവേ എന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട്. എന്താ നിന്റെ ഉദ്ദേശം? ആദ്യം അത് പറയുന്ന മാമച്ചൻ പറയുമ്പോഴേക്കും, കൊല്ലം വഴി പോവാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ എന്ന് രേവതിക്കുട്ടിയും പറയുന്നുണ്ട്.
കൊല്ലം വഴി പോവേണ്ട കാര്യമില്ലല്ലോ, എന്തിനാ അങ്ങോട്ട് പോണേന്ന് മാമച്ചൻ ചോദിക്കുമ്പോഴേക്കും ചിന്നുമോളെ കാണാനെന്ന് രേവതിക്കുട്ടിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ കൊല്ലത്തൂടെ കറങ്ങി വരാം എന്ന് മാമച്ചൻ പറയുമ്പോഴേക്കും ഒരുപാട് ദൂരെ കൂടുതലുണ്ടോയെന്ന് രേവതിക്കുട്ടിയും ചോദിക്കുന്നുണ്ട്. 50 കിലോമീറ്റർ വരുമെന്ന് മാമച്ചായൻ പറയുമ്പോഴേക്കും 50ഓ, അത്രയും ദൂരമുണ്ടല്ലേ എന്ന് രേവതിക്കുട്ടിയും ചോദിക്കുന്നുണ്ട്. 50 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നല്ല ദൂരമാണെന്ന് മാമച്ചായൻ പറയുമ്പോഴേക്കും ഇവിടുന്ന് പുനലൂർക്ക് എത്രയാ ദൂരമെന്ന് രേവതിക്കുട്ടിയും ചോദിക്കുന്നുണ്ട്. 150 വരുമെന്ന് മാമച്ചായൻ പറയുമ്പോഴേക്കും അത്രയും ഉണ്ടോയെന്ന് രേവതിക്കുട്ടി അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. പിന്നെ നീ എന്താ വിചാരിച്ചെന്ന് മാമച്ചൻ ചോദിക്കുമ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ, 50 കിലോമീറ്റർ അല്ലേ, ചുമ്മാ പോട്ടെ എന്ന് വെക്കാം എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും എന്ന് വെച്ചാ കൊല്ലത്തിന് പോണ്ടാന്ന് അല്ലേന്ന് മാമച്ചനും. അല്ലെന്നേ, 50 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, അത് നമുക്ക് ഓടിച്ചു വിട്ടേക്കാം എന്ന് രേവതിക്കുട്ടി നിസ്സാരമായി പറയുമ്പോഴേക്കും എങ്ങോട്ട് ഓടിച്ചു വിടാനെന്ന് മാമച്ചായനും. അങ്കിൾ ഇങ്ങനെ സ്റ്റിയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ മതിയെന്നേ, വണ്ടി ഓടി പോയിക്കോളും. എന്തായാലും 150 ഓടിക്കണ്ടേന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്. നിന്നെ ഞാൻ ശരിയാക്കി തരാം, കൊള്ളാലോ മനസ്സിലിരിപ്പ്, താഴോട്ട് വന്നേക്ക് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മാമച്ചൻ അവിടെ നിന്നിറങ്ങി പോകുന്നുണ്ടേ. പുറകെ തന്നെ രേവതിക്കുട്ടിയും റെഡിയായിക്കൊണ്ട് താഴേക്കിറങ്ങി ചെല്ലുന്നുണ്ട്. അവിടെ ജോസൂട്ടി മുറ്റത്ത് നിർത്തിയിട്ട കാറെല്ലാം തുടച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അങ്ങോട്ട് മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടി വരുന്നത്. ഗ്രേസമ്മ രേവതിക്കുട്ടിയോടായി എടി മേക്കപ്പ് കൂടുതലാണോന്ന് ചോദിക്കുന്നുണ്ട്. മേക്കപ്പ് കൂടുതലല്ലെന്നും തൻ്റെയോ എന്നും രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്. നീ നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുവല്ലേ എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും എൻ്റെ പ്രായത്തിൽ ആൻറ്റി എങ്ങനെ ഉണ്ടായിരുന്നോ, സ്മാർട്ടായിരുന്നോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ സ്കൂളിലൊക്കെ നോട്ടപ്പുള്ളിയായിരുന്നു എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും നോട്ടപ്പുള്ളി എന്ന് വെച്ചാൽ നമ്മളെ എല്ലാവരും നോക്കോ അതോ നമ്മളെല്ലാവരെയും നോക്കോ എന്ന് രേവതിക്കുട്ടി സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. ഗ്രേസമ്മ എപ്പോഴേക്കും മാമച്ചനോടായി പറയുന്നുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരുടെ കുഴപ്പം ഇതാ മാമച്ച, ഭാഷയും അതിൻ്റെ പ്രയോഗവും ഒന്നും അറിഞ്ഞൂടെന്ന്. രേവതിക്കുട്ടി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും എടി മോളെ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു താരമായിരുന്നു, അറിയോ നിനക്ക്? ലോങ് ജമ്പ് ചാടും, ഹൈ ജമ്പ് ചാടും, 100 മീറ്ററും 200 മീറ്ററും ഞാനാ ഫസ്റ്റ് എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും രേവതിക്കുട്ടിയും അത്ഭുതത്തോടെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നീ എന്ത് വിചാരിച്ചു, ഞാൻ നിസ്സാരക്കാരിയാണെന്നോ എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും അടിപൊളി, ആ ആൻറ്റിയെ തന്നെ എനിക്ക് കിട്ടിയല്ലോ എന്ന് രേവതിക്കുട്ടിയും. ഗ്രേസമ്മയും അമ്പരപ്പോടെ നിനക്ക് കിട്ടിയെന്നോ, നീ എന്താടി പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. മാമച്ചനപ്പോഴേക്കും ജോസൂട്ടിയുടെ അടുത്തേക്ക് ചെന്ന് എടാ ജോസൂട്ടി, ഞങ്ങൾ ചിലപ്പോൾ വരാൻ അല്പം വൈകും, പുനലൂർ വരെ പോവുക എന്ന് പറയുമ്പോഴേക്കും ഞാൻ വരണ്ടല്ലേ, ഡ്രൈവർ എന്നുള്ള പേര് മാത്രമല്ലേ ഉള്ളൂ എനിക്കെന്ന് ചോദിക്കുന്നുണ്ട് ജോസൂട്ടി. ശമ്പളം തരുന്നില്ലേടെന്ന് മാമച്ചൻ ചോദിക്കുമ്പോഴേക്കും മുമ്പൊക്കെ എന്നെ കൊണ്ടുപോകുമായിരുന്നു, ഇവള് വന്നേ പിന്നെയാന്ന് ജോസൂട്ടി രേവതിക്കുട്ടിയെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അയ്യടാ, ഞാനല്ല ഡ്രൈവർ, എനിക്ക് ഡ്രൈവിംഗ് അറിയത്തേ ഇല്ല, പറച്ചിൽ കേട്ടാത്തൊന്നും ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ഉദ്യോഗം തട്ടിയെടുത്തെന്ന് എന്ന് രേവതിക്കുട്ടിയും പറയുന്നുണ്ട്. മാമച്ചൻ അപ്പോഴേക്കും ജോസൂട്ടിയോടായി പറയുന്നുണ്ട്. ഡാ ജോസൂട്ടി, നീ വിഷമിക്കണ്ട, നിന്നെ കൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കുന്നംകുളത്ത് പോയില്ലേ നേന്ത്രക്കായ മേടിക്കാനെന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ ഡ്രൈവിംഗ് ഞാൻ ചിലപ്പോൾ മറന്നു പോവും, വണ്ടി കഴുകലും തുടയ്ക്കലും മാത്രമായി എൻ്റെ പണിയെന്ന് ജോസൂട്ടിയും പറയുന്നുണ്ട്. പട്ടിയെ കുളിപ്പിക്കൽ കൂടി ഉണ്ടെന്ന് രേവതിക്കുട്ടിയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാമച്ചനപ്പോഴേക്കും ഡാ വീട് നോക്കിക്കോണം, നിന്നെ ഏൽപ്പിച്ചിട്ടാ പോകുന്നേ എന്ന് പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ് ജോസൂട്ടിയും അവിടുന്ന് പോകുന്നുണ്ടേ. മാമച്ചൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുമ്പോഴേക്കും രേവതിക്കുട്ടി ഗ്രേസമ്മയും മുന്നിലെ സീറ്റിലേക്ക് കൊണ്ടു ചെന്നിരുത്തുന്നുണ്ട്. അവൾ പുറകിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന ജോസൂട്ടിയോടായി ഉച്ചയാകുമ്പോൾ പട്ടിക്ക് ഫുഡ് കൊടുക്കണേ, ജോസൂട്ടി ചേട്ടന് കഴിക്കാനുള്ളതും അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, മാറിപ്പോവല്ലേ എന്ന് രേവതിക്കുട്ടി വിളിച്ച് പറയുമ്പോഴേക്കും എനിക്കറിയാമെന്ന് ദേഷ്യത്തോടെ ജോസൂട്ടിയും പറയുന്നുണ്ട്. ദേഷ്യപ്പെടാതെ നല്ല കുട്ടിയായിട്ടിരിക്കെ, ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വരാമേ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് രേവതിക്കുട്ടിയും കാറിനകത്തേക്ക് കയറുമ്പോഴേക്കും മാമച്ചൻ വണ്ടി എടുക്കുന്നുണ്ടേ. പിന്നീട് ബാലചന്ദ്രനും അലീനയും കൂടി ഡൈനിങ് ടേബിളിലിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഊണു കഴിഞ്ഞ് അലീന പാത്രങ്ങളെല്ലാം കിച്ചണിലേക്ക് എടുത്ത് വെക്കുമ്പോഴേക്കും കൈ കഴുകി വരുന്ന അലീനയോടായി ബാലചന്ദ്രൻ പറയുന്നുണ്ട്. എൻ്റെ റൂമിൽ ഒരു കത്രിക ഇരിപ്പുണ്ട്, പെൻ ഹോൾഡറിൽ, അതിങ്ങെടുത്തോണ്ട് വന്ന്. ആകെ ഞെട്ടലോടെയും അമ്പരപ്പോടെയും ബാലചന്ദ്രനെ അലീന നോക്കുമ്പോഴേക്കും നിന്ന് പരുങ്ങാതെ പോയി എടുത്തോണ്ട് വാ എന്ന് ബാലചന്ദ്രനും. ആകെ ടെൻഷനോടെ ബാലചന്ദ്രൻ്റെ റൂമിലെത്തുന്ന അലീന പെൻ ഹോൾഡറിൽ കിടക്കുന്ന ആ കത്രികയിലേക്കും ഡൈനിങ് ടേബിളിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന ബാലചന്ദ്രനിലേക്കും ഒരു നിമിഷം പേടിയോടെ നോക്കിക്കൊണ്ട് ടെൻഷനോടെ ആ കത്രിക എടുത്ത് ബാലചന്ദ്രൻ്റെ അരികിലേക്കായി ചെല്ലുന്നുണ്ട്. അവളുടെ മനസ്സിലപ്പോൾ അന്നത്തെ ആ സംഭവങ്ങളാണ് മിന്നി മറയുന്നത്. അവൾ പേടിയോടെ ആ കത്രിക ബാലചന്ദ്രൻ്റെ നേരെ നീട്ടുമ്പോഴേക്കും ഇതെൻ്റെ റൂമിൽ ഞാൻ യൂസ് ചെയ്തിരുന്ന കത്രികയാ, രോഹിത് എപ്പോഴും എടുത്തോണ്ട് പോയി, മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഗതിയാ, ഇത് തിരിച്ച് വീണ്ടും എൻ്റെ കയ്യിലോട്ട് തന്നെ വന്ന വഴി എന്ന് പറഞ്ഞ് നിർത്തിക്കൊണ്ട് അലീനയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഭീകരമാണ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അലീന എന്ത് പറയണമെന്നറിയാതെ മുഖം താഴ്ത്തിക്കൊണ്ട് ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും നീ എന്നോട് ഒന്നും പറഞ്ഞില്ല,
മനുവിനോട് പറഞ്ഞുവെന്ന് എനിക്കറിയാം. അവനും എന്നോടൊന്നും തുറന്നു പറഞ്ഞില്ല. നീയെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ എന്നോട് പറയുമെന്ന് ഓരോ ദിവസവും ഞാൻ കാത്തു. ഞാനല്ലേ ആദ്യം അറിയേണ്ടത് എന്ന് ബാലചന്ദ്രൻ അലീനയോടായി ചോദിക്കുന്നുണ്ട്. അലീന ആകെ വിഷമത്തോടെ ബാലചന്ദ്രനെ ഒന്ന് നോക്കിക്കൊണ്ട് സാറിനോട് പറയണമെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചതാ. പക്ഷേ എനിക്ക് പറ്റത്തില്ലായിരുന്നു സാർ. ഞാനത് സാറിനോട് എങ്ങനെ പറയും? സാറിൻ്റെ മകനെ പറ്റിയല്ലേ ഞാൻ പറയേണ്ടത്. അങ്ങനൊരു ഗതികേടിന് നിന്നുകൊടുക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. സോറി സാർ എന്ന് അലീന കരഞ്ഞോണ്ട് പറയുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് പറ്റത്തില്ല, സോറി എന്ന് അലീന വീണ്ടും പറയുമ്പോഴേക്കും നീയല്ലല്ലോ സോറി പറയേണ്ടത്, ഞാനല്ലേ എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട്. അലീന കരഞ്ഞോണ്ട് സങ്കടത്തോടെ വേണ്ട സാർ എന്നോട് സോറി പറയല്ലേ, എനിക്ക് സാർ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താ എന്ന് പറഞ്ഞുകൊണ്ട് അലീന സങ്കടത്തോടെ നിൽക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ ആ കത്രിക ഡൈനിങ് ടേബിളിലേക്ക് വെച്ചോണ്ട് ഇങ്ങടുത്തു വന്ന് അലീനയെ വിളിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ കരഞ്ഞോണ്ട് നിൽക്കുന്ന അലീനയെ ചേർത്ത് പിടിച്ചോണ്ട് എൻ്റെ മകന് വേണ്ടിയിട്ട് മാപ്പ് ചോദിക്കുക, പൊറുക്കണം എന്ന് പറയുമ്പോഴേക്കും അലീന 2 കൈകൊണ്ടും മുഖം പൊത്തി കരയുന്നുണ്ട്. അവളുടെ സങ്കടം കണ്ട് ബാലചന്ദ്രൻ വീണ്ടും അവളെ ചേർത്ത് പിടിച്ചോണ്ട് കരയണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അലീനയ്ക്ക് തൻ്റെ സങ്കടം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവൾ തൻ്റെ 2 കൈകൊണ്ടും മുഖം പൊത്തി കരഞ്ഞുകൊണ്ടിരിക്കുക. ബാലചന്ദ്രൻ വീണ്ടും അവളെ ചേർത്ത് പിടിച്ച് കരയരുതെന്ന് പറയുമ്പോഴേക്കും അവൾ മുഖത്തൊന്ന് കൈയെടുത്ത് കണ്ണെല്ലാം തുടച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവളുടെ തലയിലൊന്ന് തലോടി ആശ്വസിപ്പിച്ചുകൊണ്ട് ബാലചന്ദ്രനും തൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. ആകെ സങ്കടത്തോടെ അദ്ദേഹം കട്ടിലിൽ ചെന്നിരിക്കുമ്പോഴേക്കും റൂമിലേക്ക് തിരിഞ്ഞു നോക്കുന്ന അലീനയും ആ കാഴ്ച കാണുന്നുണ്ട്. ടെൻഷനോടെ അവൾ ഡൈനിങ് ടേബിളിൽ വെച്ച ആ കത്രികയിലേക്ക് നോക്കിക്കൊണ്ട് വാഷ് ബേസിനരികെ ചെന്ന് തൻ്റെ മുഖം കഴുകുന്നുണ്ട്. ബാലചന്ദ്രൻ അപ്പോഴേക്കും തൻ്റെ മൊബൈലും എടുത്തുകൊണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് എത്തുന്നുണ്ട്. ബാലചന്ദ്രനെ കണ്ട് മുത്തശ്ശി എന്താ ബാലചന്ദ്രൻ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല, അമ്മയുടെ ആ ഫോണിങ് തന്നെ ഒരു സംഗതി നോക്കാനാണെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ആ ഫോൺ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി തൻ്റെ ബെഡിൽ വെച്ച ആ മൊബൈൽ എടുത്തു കൊടുക്കുമ്പോഴേക്കും അമ്മ ഇതിൻ്റെ എളുപ്പ വഴിയൊക്കെ പഠിച്ചോ എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട്. അലീന ഓരോന്ന് കാണിച്ചും പറഞ്ഞുമൊക്കെ തരുന്നുണ്ട്. പക്ഷേ ഞാൻ പെട്ടെന്ന് അങ്ങ് മറന്നു പോവും എന്ന് അമ്മ പറയുമ്പോഴേക്കും കുറെ തവണ ആവർത്തിച്ചു ചെയ്താലേ പഠിക്കൂ എന്ന് ബാലചന്ദ്രനും. എൻ്റെ കുഞ്ഞെ, ഞാൻ അതിലോട്ട് തൊട്ടു കഴിഞ്ഞാൽ അത് ഏതിലേക്കാ പോകുന്നതെന്ന് ദൈവത്തിന് പോലും അറിയില്ല. ഒരു ദിവസം അമ്മാനും വിളിച്ചിട്ട് ഞാൻ ആ ഫോൺ കയ്യിലോട്ട് എടുത്തതേയുള്ളൂ. പിന്നെ ഞാൻ കാണുന്നത് ഇതിനകത്ത് ഭയങ്കര യുദ്ധം നടക്കുന്നതാ എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും ടച്ച് ഫോൺ ആവുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട്. അപ്പോഴേക്കും ബാലചന്ദ്രൻ മുത്തശ്ശിയുടെ മൊബൈലിലെ അലീനയുടെ കോൾ റെക്കോർഡിങ്സ് എല്ലാം തൻ്റെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. അലീന എല്ലാം പഠിച്ചോന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും അവൾക്ക് കുറേയൊക്കെ അറിയാം, എല്ലാം പഠിച്ചു വരുന്നതേയുള്ളൂ എന്ന് മുത്തശ്ശിയും. ഞാനിതിൽ ഫോൺ ക്ലീനർ ആപ്പ് കൂടി ചേർത്തിട്ടുണ്ട്, ഇടയ്ക്ക് വൈറസ് കയറിയ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ഇതിനകത്ത് വൈറസ് കയറുമെന്ന് മുത്തശ്ശി അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. വൈറസ് കയറാത്ത സ്ഥലമില്ലമ്മേ, കമ്പ്യൂട്ടർ വൈറസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ആർക്കറിയാമെന്ന് മുത്തശ്ശിയും. ബാലചന്ദ്രൻ ആ മൊബൈൽ തിരികെ കൊടുത്തുകൊണ്ട് അലീനയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ പറയണമെന്ന് പറയുന്നുണ്ട്. കൃഷ്ണമോൾ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടെന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. തൻ്റെ റൂമിലെത്തിയ ബാലചന്ദ്രൻ ആ കോൾ റെക്കോർഡിങ്സ് എല്ലാം ഓൺ ചെയ്തു കേൾക്കുന്നുണ്ട്. ഞാൻ ഇത്രയും നാളും സഹിച്ചും ക്ഷമിച്ചു നിന്നത് എൻ്റെ അമ്മയും കൂടപ്പിറപ്പുകളും മാത്രമാണല്ലോ നോർത്ത. മതിയായി മോളെ എന്ന അലീനയുടെ കോൾ റെക്കോർഡിങ്സ് കേട്ട് ടെൻഷനോടെ ഇരിക്കുന്ന ബാലചന്ദ്രനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വൈജയന്തിയുടെ മകളാണ് അലീന എന്ന സത്യം ബാലചന്ദ്രൻ ആ കോൾ റെക്കോർഡിങ്സിലൂടെ തിരിച്ചറിയുന്നതും ഷെറിനെ കാണാൻ ഷെറിൻ്റെ വീട്ടിലെത്തിയ രേവതിക്കുട്ടിയും ഗ്രേസമ്മയും മാമച്ചനും ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഷെറിനെ കാണുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.